ഹലോ ഗായ്സ്, എല്ലാവർക്കും സുഖമല്ലേ? അങ്ങനെ രണ്ടാമത്തെ പാർട്ടുമായിട്ട് ഞാൻ വന്നിരിക്കുകയാണ്, മൈസൂർ ഡേ. അപ്പോൾ ഞാൻ വൈകുന്നേരം പാർക്കിലൊക്കെ ചുറ്റിക്കറങ്ങിയതിന് ശേഷം വൈകിട്ട് റൂമിലേക്ക് തന്നെ തിരിച്ചു പോയി. നെക്സ്റ്റ് ഡേ കുറച്ച് സ്ഥലങ്ങൾ, തൊട്ടടുത്തുള്ള സ്ഥലങ്ങൾ കാണണം എന്ന് പ്ലാൻ ഉണ്ടായിരുന്നു. അതിനുശേഷം വൈകുന്നേരം തന്നെ തിരിച്ച് എറണാകുളത്ത് പോകാനായിരുന്നു പ്ലാൻ. അതിന് മുമ്പ് നിയർ ബൈ സ്ഥലങ്ങളൊക്കെ, മെയിൻ ടൂറിസ്റ്റ് അട്രാക്ഷൻ പ്ലേസസ് ഒക്കെ കാണാമെന്ന് വെച്ചു. അപ്പോൾ രാവിലെ ഞാൻ ഓട്ടോ പിടിച്ച് ബസ് സ്റ്റാൻഡിലേക്ക് പോവുകയാണ്. അപ്പോൾ പോകുന്ന വഴി നമ്മുടെ മണ്ഡപത്തിന് ചുറ്റും തൊട്ടടുത്തൂടെ പാസ് ചെയ്ത് പോകുന്നത്. കാരണം അതിൻ്റെ ഓപ്പോസിറ്റ് 4 റൂട്ടിലോട്ടും റോഡുകളുണ്ട്. അപ്പോൾ അങ്ങനെയാണ്. ശരിക്കും നമ്മൾ കൺഫ്യൂഷനാണ് ഇതിലേക്കൂടെ പോകുമ്പോൾ ഏത് റൂട്ടാണ്. അപ്പോൾ ആദ്യമായിട്ട് വരുന്നവർക്ക് നല്ല കൺഫ്യൂഷനാണ്. പിന്നെ നമ്മൾ ബസ്സിൽ പോകുമ്പോൾ നമ്മുടെ നാട്ടിലത്തെ പോലെ സ്ഥലപ്പേരുകളൊന്നും എഴുതി വെച്ചിട്ടുണ്ടാവില്ല, ഓരോ നമ്പേഴ്സാണ്. അപ്പോൾ ചാമുണ്ഡി ഹിൽസിലേക്ക് പോകുന്ന ബസ്സിന് ഒരു നമ്പർ ഉണ്ടായിരുന്നു, അത് ഞാൻ മറന്നുപോയി കേട്ടോ. നമ്മൾ സിറ്റിയിൽ നിന്ന് പോകുമ്പോൾ നല്ല ചൂടായിരുന്നു, പക്ഷേ ഹൈറ്റിലെത്തും തോറും മഞ്ഞ് പതുക്കെ പതുക്കെ കൂടി വരുന്നതായിട്ട് തോന്നി. അപ്പോൾ ഈ ഒരു വ്യൂ ഒക്കെ നമ്മൾ രാത്രിയിൽ കാണുകയാണെങ്കിൽ നല്ല രസമായിരിക്കും. പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി പകലാണ് എനിക്കിതെല്ലാം കാണാൻ പറ്റി. നമ്മൾ ചാമുണ്ഡി ഹിൽസിൻ്റെ ടോപ്പിലെത്തി. കണ്ടോ, നല്ല മഞ്ഞുണ്ട്. കണ്ടോ, ടോപ്പിലെത്തിയപ്പോഴത്തേക്കും നല്ല ഒരു മഞ്ഞ് ഫോം ചെയ്തിട്ടുണ്ട് ചെറിയ രീതിയിൽ. നമുക്ക് ഭയങ്കരമായിട്ടും കിടുകിടാ വിറയ്ക്കുന്നൊരു തണുപ്പൊന്നുമല്ല, സഹിക്കാൻ പറ്റുന്ന തണുപ്പാണ്. അമ്പലത്തിനടുത്തുള്ള കടകളുടെ കൗണ്ടറുകളിൽ ഈ നമ്മൾ പൂജയ്ക്ക് അർപ്പിക്കാനുള്ള പൂവും നാളികേരും അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അത് അർപ്പിക്കാൻ ആഗ്രഹമുള്ളവർ പൈസ കൊടുത്ത് വാങ്ങിച്ചിട്ട് പോകാവുന്നതാണ്. ഇതാണ് നമ്മുടെ ചാമുണ്ഡി ഹിൽ, ചാമുണ്ഡേശ്വരി ക്ഷേത്രം. ഇത് ടിക്കറ്റ് എടുക്കുന്ന കൗണ്ടറിലേക്ക് പോകുന്ന ഇടനാഴിയാണ്. അപ്പോൾ ഇതിൻ്റെ സൈഡിലെ ജനൽ കമ്പികൾ നോക്കിയാൽ കാണാം, ഓരോരുത്തർ ചരടൊക്കെ കെട്ടി, വിശ്വാസികൾ ചരട് കെട്ടി വെച്ചിട്ടുണ്ട് ഓരോ പ്രാർത്ഥനകളൊക്കെ നടത്തിയിട്ട്. കാരണം എനിക്ക് നല്ല സ്പീഡിലേ പോകാൻ കഴിയുള്ളൂ, കാരണം ബാക്കിൽ ക്യൂ ആണ്. അകത്ത് കയറി ക്ഷേത്രമൊക്കെ കണ്ടു. ചാമുണ്ഡി ഹിൽസിൻ്റെ പ്രത്യേകത ക്ഷേത്രമാണല്ലോ, ചാമുണ്ഡേശ്വരി ക്ഷേത്രം. നമുക്കകത്ത് വീഡിയോഗ്രാഫി അലൗഡ് അല്ലായിരുന്നു, സോ കൗണ്ടർ വരെ എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റുള്ളൂ. പിന്നെ അകത്ത് കയറി ദേവി പ്രതിഷ്ഠയുണ്ടായിരുന്നു. അപ്പോൾ ഈ നാളികേരം താമരപ്പൂവ് കൊണ്ടുപോകുന്നവർ അവിടെ കൊണ്ടുപോയി അർപ്പിക്കും. പിന്നെ ഫണ്ട് ഇടണമെങ്കിൽ ഫണ്ടിടും, പ്രാർത്ഥിക്കും, പിന്നെ പ്രസാദം കിട്ടും, തിരിച്ചിറങ്ങും. പിന്നെ ആ ഒരു ക്യൂവിൽ ആളുണ്ട്, തിരക്കുണ്ട്. ആ ഒരു ടൈം മാത്രമേ നമുക്ക് എടുക്കുകയുള്ളൂ. ആൾ കുറവാണ്, പ്രാർത്ഥിച്ചിട്ട് പെട്ടെന്ന് ഇറങ്ങിയത്. അപ്പോൾ അതുകൊണ്ട് ചാമുണ്ഡി ഹിൽസ്. പിന്നെ മെയിനായിട്ട് ഇവിടെ ഉള്ളത് ആ വ്യൂ പോയിൻ്റാണ്. വ്യൂ പോയിൻ്റ് പകൽ നമ്മൾ രാത്രി കാണാൻ പറയുന്നൊരു പ്രത്യേക ഇതാണ്, പക്ഷേ പകലാണ് എനിക്ക് കാണാൻ പറ്റിയത്, അതും ബസ്സിലിരുന്നിട്ട്. അപ്പോൾ കൂടുതലൊന്നും കാണാൻ പറ്റിയില്ല, ജസ്റ്റ് എടുത്തൊന്നും ക്ലിയർ അല്ല. ചാമുണ്ഡി ഹിൽസിൽ നിന്ന് അങ്ങനെ തിരിച്ച് പോകാനുള്ള ബസ്സിൽ കയറി അടുത്ത ലക്ഷ്യം തൊട്ടടുത്തുള്ള ഏതെങ്കിലും ഒരു സ്ഥലം. നെക്സ്റ്റ് സൂവിലേക്കാണ് പോകുന്നത്. അതിപ്പോൾ അകത്ത് കയറ്റി വിട്ടു. നമ്മൾ അകത്ത് കയറി പോയിട്ടാണ് ടിക്കറ്റ് എടുക്കുന്നത്. ഓക്കേ, കയറി വന്നപ്പോൾ ഒരു പോലീസുകാർ മുകളിലിരിക്കുന്നുണ്ടോ, ഇതിൻ്റെ ഞാൻ പേടിച്ചായിട്ട് ഫസ്റ്റ്. ഗ്രേറ്റ് ഇന്ത്യൻ ഹോൺബില്ലാണ് ഇരിക്കുന്നത്. പുള്ളി എന്തോ അവിടെ കാര്യമായ എന്തോ ആലോചനയിലാണ്, തിരിഞ്ഞു നോക്കുന്നില്ല. ഞാൻ കുറേ വിളിച്ചു. ലോകത്തിലെ തന്നെ സുന്ദരനായ പക്ഷി. എല്ലാവരും ഭയങ്കര ബിസിയാണ്. സൗണ്ട് ഉണ്ടാക്കി നോക്കിയാലോ. നോക്കി
വൈഫാണ് താഴെ ഉണ്ട്. ഇനി നമ്മൾ കാർണിവോറ സോണിലേക്ക് പ്രവേശിക്കുകയാണ്. പുലി ഗർ. നമ്മുടെ സിംഹച്ചാർ എന്തോ ആലോചിച്ച് കിടക്കുക. എനിക്ക് പുള്ളീനെയാണ് ഏറ്റവും കൂടുതൽ കാണാൻ ഇഷ്ടം. നമ്മുടെ ആറ്റിറ്റ്യൂഡ് കിങ്. മൃഗങ്ങളിൽ വെച്ച് എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള മൃഗമാണ് സിംഹം. പക്ഷേ അടുത്തൊന്നും കാണാൻ കിട്ടിയില്ല. എന്തോ ആലോചിച്ച് നടപ്പാണ്. അടുത്ത മീറ്റിംഗ് എപ്പോൾ കൂട്ടണമെന്നായിരിക്കും ആലോചിക്കുന്നത്. ഈ പുള്ളീൻ്റെ പേരല്ലേ സിംഹവാലൻ കുരങ്ങ്? ആം ഐ കറക്റ്റ്? കുരങ്ങ് പരിണമിച്ചുണ്ടായതാണ് മനുഷ്യരെന്ന് ആളുകൾക്ക് പറയാൻ തോന്നുന്നത് ഈ പുള്ളീനെ കാണുമ്പോഴാണല്ലോ. സ്റ്റൈലും ആറ്റിറ്റ്യൂഡും ഒക്കെ ഏകദേശം മനുഷ്യരെ പോലെയാണ് പുള്ളി കാണിക്കുന്നത്. ഇതാരാണെന്ന് നോക്കി, നമ്മുടെ മിന്നൽ മുരളിയെ പോലും തോൽപ്പിക്കുന്ന വേഗത്തിൽ ചീറിപ്പായുന്ന ചീറ്റാച്ചേട്ടൻ. പക്ഷെ പുള്ളിക്ക് നടക്കാൻ ഓടാനുള്ള സ്പേസ് ഇവിടെ കുറവായതുകൊണ്ട് പുള്ളി തൽക്കാലം നടന്ന് മാരത്തോൺ ഓട്ടമായിട്ട് പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ഇതാരാണെന്ന് നോക്കിയേ. ചില മനുഷ്യർക്ക് തൊലിക്കെട്ടി ഉണ്ടെന്ന് പറയുമ്പോൾ നമ്മളവരെ എന്താണ് വിളിക്കുന്നത്? കണ്ടാമൃഗം എന്നല്ലേ. അതേപോലത്തെ സ്കിന്നല്ലേ പുള്ളീൻ്റെ. ഇതാരാന്ന് നോക്കി, നമ്മുടെ ഡോറ ബുജിയിലെ കുറുനരി. സത്യം പറയാമല്ലോ, നമ്മുടെ ജംഗിൾ ബുക്കിലെ ബാലുക്കരടിയുടെ ഫേസൊക്കെ കണ്ടിട്ടുണ്ടോ? ഇവിടെ വന്ന് നേരിട്ട് കരടിയുടെ ഫേസ് കാണുമ്പം എനിക്കങ്ങോട്ട് അംഗീകരിക്കാൻ പറ്റുന്നില്ല. നമുക്ക് ഒട്ടുമിക്ക സ്ഥലങ്ങളിലും പോയാലും യാത്രകളിലൊക്കെ ആണെങ്കിലും കാണാൻ പറ്റുന്നൊരു ജീവിയാണ് മാൻകൂട്ടങ്ങൾ. മസ്ക് ഡിയേഴ്സൊക്കെ ഉണ്ട്. ഇവർക്ക് ഭയങ്കര ആകാംക്ഷയോടെയാണ് നോക്കിയിരിക്കുന്നത്. മൃഗങ്ങളെ ഫീഡ് ചെയ്തെന്ന് പറഞ്ഞേക്കുന്നതുകൊണ്ടാണ്, അല്ലെങ്കിൽ എന്തെങ്കിലും കൊടുക്കാമായിരുന്നു. നോക്കി നമ്മുടെ കാട്ടുപോത്ത് ചേട്ടൻ ഭയങ്കര ക്ഷീണിച്ച് കിടക്കുകയാണ്. അത് തിന്ന് വയറ് നിറഞ്ഞിട്ട് കിടക്കുന്നതാണ്. ഹിപ്പോപ്പൊട്ടാമസ് പൊതുവെ ഉപദ്രവകാരി അല്ല എന്നാണ് കേൾക്കുന്നത്. പക്ഷെ പുള്ളി വാ തുറക്കുന്ന കാണുമ്പോൾ തന്നെ പേടിയാവും. ഞാൻ സൂയിൽ നിന്നിറങ്ങി പിന്നെ അവിടെ ഒരു പോലീസിനോട് ചോദിച്ചപ്പം 1 കിലോമീറ്റർ ഉള്ളൂ സബർബൻ ബസ് സ്റ്റാൻഡിലോട്ട്. അപ്പോൾ അവിടെ നിന്നാണ് എനിക്ക് ബസ് ടിക്കറ്റ് ബുക്ക് ചെയ്യേണ്ടത് തിരിച്ചു വരാൻ. അപ്പോൾ ഇതിനകത്ത് ഓട്ടോക്കാർ നമ്മളെല്ലാത്തിനും ഓട്ടോ വിളിച്ച് പോവുകയാണെങ്കിൽ ഇങ്ങനെ കയ്യിൽ നിന്ന് ഇറങ്ങിക്കൊണ്ടേയിരിക്കും. 50-60 വെച്ചാണെങ്കിലും പലതുള്ളി പെരുവെള്ളം എന്ന് പറഞ്ഞാലോ. സോ 1 കിലോമീറ്റർ ഉണ്ടപ്പോൾ നടന്നു. ഇപ്പം ബസ് കിട്ടുമ്പോൾ എന്ന് നോക്കണം. മൈസൂർ സബർബൻ ബസ് സ്റ്റാൻഡിലാണ് നോക്കി ബസ് ബുക്ക് ചെയ്യാൻ വേണ്ടി നോക്കി. പക്ഷെ എല്ലാം ഫിൽഡായി. എറണാകുളത്ത് നിന്ന് ഒറ്റ ബസ്സില്ല, സീറ്റില്ല. പിന്നെ റെയിൽവേ സ്റ്റേഷനിൽ നിന്നാണെങ്കിലും 12:45 ഉള്ളത്. അപ്പോൾ ആ ടൈമിൽ അവിടെ എത്തിച്ചേരില്ല. സോ ഓർഡിനറി ബസ് ഇപ്പോൾ കിട്ടിയിരിക്കുന്നു. 1 മണിക്ക് സ്റ്റാർട്ട് ചെയ്യും. അത് കോഴിക്കോട് ഇറങ്ങിയിട്ട് കോഴിക്കോട് നിന്ന് എറണാകുളത്ത് ഇറങ്ങും. അപ്പോൾ കോഴിക്കോട് ഇറങ്ങുന്ന സമയത്ത്
ജസ്റ്റ് അവിടെ കറങ്ങാനുള്ളൊരു മൂടൊക്കെ തോന്നുവാണെങ്കിൽ കറങ്ങും, അല്ലെങ്കിൽ തിരിച്ച് അവിടെ നിന്ന് ഉടനെ ബസ് കിട്ടും. എന്തായാലും നാളെ ഇൻഡിപെൻഡൻസ് ഡേ ആയതുകൊണ്ട് ഒരു ദിവസം കൂടെ ലീവുണ്ട്, സോറി അവധിയുണ്ട്. അപ്പോൾ വണ്ടി വരാൻ 1 മണിക്കൂറുണ്ട്. അപ്പോൾ ഞാൻ ജസ്റ്റ് ഫോൺ ചാർജ് ചെയ്യാനായിട്ട് ഇത് കുത്തിയിരിക്കുന്നു. ഹായ് ഗൈസ്, എൻ്റെ ബസ് ക്യാൻസലായ കാര്യം ഞാൻ പറഞ്ഞു തോന്നായിട്ടുള്ള വീഡിയോയിൽ. അപ്പം ഒടുവിൽ അപ്പോൾ ഇന്നും കൂടെ പോയില്ലെങ്കിൽ പെട്ടുപോകും. കാരണം നാളെയും ബസ്സും ട്രെയിനും ഒന്നും കിട്ടാൻ ചാൻസ് ഇല്ല. സോ നോക്കിയപ്പം 9:45 രാത്രി 9:45 ഒരു ബസ് ഉണ്ട്. അപ്പോൾ അത്രയും നേരം ഞാൻ സ്റ്റേഷനിൽ തന്നെ ലോക്കായി പോകേണ്ട അവസ്ഥയാണ്. അപ്പോൾ കുറച്ച് നേരം വെയിറ്റിംഗ് റൂമിലൊക്കെ ഇരുന്നപ്പോൾ കുറച്ച് നേരം ഉറങ്ങി, ടൈറ്റ്നസ് ഒക്കെ മാറി. ഇതിന് പുറത്ത് പോവാം നോർത്തിങ്ങനെ ലഗേജ് റൂമിൽ ബാഗ് വെക്കുന്ന കാര്യം ഇങ്ങനെ ആലോചിച്ച് നോക്കുകയാണ്. ഒരു കൂട്ടുകാരി കൂടെ കിട്ടി. ആൾ മൈസൂരാണ് നേറ്റീവ്, പക്ഷേ എല്ലാ ഭാഷയും അറിയാം. മലയാളം, ഇംഗ്ലീഷ്, ഹിന്ദി, അറബി, ഉറുദു എല്ലാം അറിയാം. അപ്പോൾ ഞങ്ങൾ ടൈമുണ്ട് ഇനിയും, അതുകൊണ്ട് ഞങ്ങൾ ജസ്റ്റ് വീണ്ടും കുറച്ച് സ്ഥലങ്ങൾ കാണാൻ ബാക്കിയുണ്ടായിരുന്നു. അപ്പോൾ അവിടേക്കൊന്ന് കാണാൻ വേണ്ടി പോവാണ്. എൻ്റെ കൂടെ വന്ന കൂട്ടുകാരിക്ക് മൈസൂരൊക്കെ ഏകദേശം അറിയാവുന്നതുകൊണ്ട് പിന്നെ ആളിന് പള്ളിയിൽ പോകുന്നത് ഭയങ്കര ഇഷ്ടമായതുകൊണ്ട് ഇവിടുത്തെ ഫേമസ് പള്ളിയാണെന്ന് പറഞ്ഞു എന്നെ കൂട്ടിക്കൊണ്ട് വന്നതാണ്. പിന്നെ കുറച്ച് ഫോട്ടോസ് ആൻഡ് വീഡിയോസൊക്കെ എടുത്ത് തരാമെന്ന് പറഞ്ഞ് കുറച്ച് ഞാൻ പോസ്റ്റൊക്കെ ചെയ്തു. നല്ല ഭംഗിയുള്ള അടിത്തമുള്ളൊരു പള്ളിയായിരുന്നു കാണാൻ. ഇത് ഇവിടെ ഉണ്ടായിരുന്ന സിസ്റ്റേഴ്സ് ആൻഡ് ബ്രദേഴ്സിൻ്റെ ഒക്കെ പേരുകളാണ് എഴുതി വച്ചിരിക്കുന്നത്. എന്നാലും 9:45 മുമ്പ് ഒരു അരമണിക്കൂർ മുമ്പ് ആണെങ്കിലും സ്റ്റാൻഡിലെത്തിയാൽ മതി എന്നുള്ളതുകൊണ്ട് ടൈം ഇഷ്ടം പോലെ ഉണ്ടായിരുന്നു. അതുകൊണ്ടൊരു വാക്സ് മ്യൂസിയം കൂടെ കണ്ടു കളയാം എന്ന് വെച്ചു. അപ്പോൾ എൻ്റെ കൂടെ വന്ന കൂട്ടുകാരി അവിടെ ഓട്ടോയിൽ വെയിറ്റ് ചെയ്തു. ഞാൻ കയറി ഇതൊക്കെ ജസ്റ്റ് പെട്ടെന്ന് കണ്ടിട്ട് പോകാമെന്ന് വെച്ചു. പല കാലഘട്ടങ്ങളിലുള്ള ഓരോ കലാകാരന്മാരുടെ മെഴുകു പ്രതിമകളായിരുന്നു അവിടെ കൂടുതൽ. എല്ലാ പ്രതിമകളൊക്കെ കാണുമ്പോൾ നല്ല ജീവനുള്ളതുപോലെ തോന്നും. നമ്മൾ ഇരുട്ടത്ത് വല്ലതും കാണുമെങ്കിൽ ഞെട്ടിപ്പോവും. ഒരു ടൂർ ഗൈഡ് കൂടെ ഉണ്ടായിരുന്നു, എല്ലാം എക്സ്പ്ലെയിൻ ചെയ്ത് തരുന്നുണ്ടായിരുന്നു. മാത്രമല്ല നമ്മൾ പഴയ കാലഘട്ടങ്ങളിലുള്ള വീഡിയോ ക്യാമറ, ടേപ്പ് റെക്കോർഡർ അതൊക്കെ കാണുമ്പോൾ ഒരു നൊസ്റ്റാൾജിക് ഫീലായിരുന്നു.
ഇതിന് ശേഷം ഞാൻ ബാക്കിയൊന്നും ഷൂട്ട് ചെയ്തില്ല. തിരിച്ച് ഓട്ടോയിൽ തന്നെ കയറി ബസ് സ്റ്റാൻഡിലേക്ക് പോയി. അവിടുന്ന് 9:45 ബസ് കിട്ടി. അങ്ങനെ തിരിച്ച് എറണാകുളത്തേക്ക് നെക്സ്റ്റ് ദിവസം രാവിലെ എറണാകുളത്ത് എത്തിച്ചേർന്നു. ഇതായിരുന്നു എൻ്റെ മൈസൂർ യാത്രയുടെ പൂർണ്ണമായ കഥ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും കറക്ഷൻസൊക്കെ ഉണ്ടെങ്കിൽ പറയാം.